ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 5ാം ക്ലാസ്സിലെ ഓണം എക്സാമിൻ്റെ മാത്തമാറ്റിക്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇംഗ്ലീഷ് മീഡിയമാണ് നമ്മൾ നോക്കുന്നത്. ഓൾറെഡി മലയാളം മീഡിയം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യമായിട്ടുള്ള കുറിച്ച് തീർച്ചയായിട്ടും പോയി കാണാം. അപ്പോൾ നമുക്ക് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ വന്നിട്ടുള്ളത് എന്ന് നോക്കാം. റെഡിയാണോ? ഒന്നാമത്തേത് ആക്ടിവിറ്റി, റൈറ്റ് ഡൗൺ 8 4-digit നമ്പേഴ്സ് യൂസിങ് ദ ഡിജിറ്റ് 0 2 9 8. എന്താണ് ഈ 4 ഡിജിറ്റ് ഉപയോഗിച്ചുകൊണ്ട് 0 2 9 8 ഈ 4 ഡിജിറ്റ് ഉപയോഗിച്ചുകൊണ്ട് 8 4-digit നമ്പേഴ്സാണ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ 4 ഡിജിറ്റ് തന്നെ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ 4 ഡിജിറ്റ് നമ്പേഴ്സ് ഉണ്ടാക്കണം. 8 എണ്ണമാണ് ഉണ്ടാക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ ആൻസർ എങ്ങനെ എഴുതാമെന്ന് നോക്കാം. ഒന്നാമത്തേത് അല്ലേ, എ ആണ്. അപ്പോൾ ഇവിടെ കൂട്ടുകാർ നോക്കേണ്ടത്, ഇവിടുത്തെ ഒരു സംഖ്യ നിങ്ങൾ ആദ്യം എടുക്കുക. അഥവാ ഫോർ എക്സാമ്പിൾ നമ്മൾ 8 എടുത്തു എന്ന് വെക്കുക. ഓക്കെ, 8 എടുത്തിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള സംഖ്യകൾ നമ്മൾ കറക്റ്റായിട്ട് എഴുതുക. 8 9 2 0. ഓക്കെ, വീണ്ടും 8 എടുക്കുക. എന്നിട്ട് നമ്മൾ ആദ്യം എഴുതിയത് 9 അല്ല, ഇനി 9 എഴുതരുത്, ഇനി 2 എഴുതുക. ഓക്കെ, അപ്പോൾ 8 2 0 9 എന്ന് വരും. ഓക്കെ, ഇനി വീണ്ടും 8 എടുക്കുക. എന്നിട്ട് നമ്മൾ എന്തെടുക്കുക, 8 2 9 0 എന്ന് എഴുതി കൊടുക്കുക. അപ്പോൾ നമ്മളിപ്പോൾ ഒരു സംഖ്യ ഫസ്റ്റ് വെച്ചുകൊണ്ട് 3 എണ്ണം ഉണ്ടാക്കി. ഇനി നമ്മൾ അടുത്തത് എടുക്കുക. അടുത്തത് നമുക്ക് 9 എടുക്കാം. ഓക്കെ, 9 എടുത്തിട്ടും ഇതേപോലെ തന്നെ എഴുതുക. 9 എടുക്കുക, 8 2 0 എന്ന് എഴുതുക. വീണ്ടും 9 എടുക്കുക, എന്നിട്ട് 2 8 0 എന്ന് എഴുതി കൊടുക്കുക. വീണ്ടും 9 എടുക്കുക, എന്നിട്ട് 0 2 8 എന്ന് കൊടുക്കുക. ഓക്കെ, ഇനി നമുക്ക് ഈ 8ഉം കഴിഞ്ഞു 9ഉം കഴിഞ്ഞു. ഇപ്പോൾ നമുക്ക് 6 ഡിജിറ്റേ കിട്ടിയിട്ടുള്ളൂ. നമുക്ക് 8 ആണ് വേണ്ടത്. 8 എണ്ണം ഉണ്ടാക്കണം. 6 എണ്ണം കഴിഞ്ഞു. ഇനി നമ്മൾ 2 എടുക്കുക. ഓക്കെ, 2 എടുത്തിട്ട് 2 9 8 0 എന്ന് എഴുതുക, അഥവാ 2980. ഇനി അടുത്തത് വീണ്ടും 2 എടുത്തിട്ട് 8 9 0 എന്ന് എഴുതുക, 2890. അപ്പോൾ നമുക്കിപ്പോൾ 8 നമ്പേഴ്സായി. ഇത്രയുമാണ് നമ്മളുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളത്. ഇനി വേണമെങ്കിൽ നമുക്ക് വീണ്ടും ഉണ്ടാക്കാം, പക്ഷേ നമ്മളുടെ അടുത്ത് 8 എണ്ണമാണ് ഉണ്ടാക്കാൻ പറഞ്ഞത്. അപ്പോൾ ഇത്രയും ചെയ്താൽ മതി. ദെൻ ബി ക്വസ്റ്റ്യൻ നോക്കൂ. ബി ക്വസ്റ്റ്യൻ, റൈറ്റ് ഡൗൺ ദ ലാർജസ്റ്റ് ആൻഡ് സ്മോളസ്റ്റ് 4-digit നമ്പേഴ്സ് യൂസിങ് ദ ഡിജിറ്റ് 0 2 8 9 8. ഓക്കെ, നേരത്തെ തന്ന അതേ നമ്പർ തന്നെയാണ്. അതിൽ ലാർജസ്റ്റ് നമ്പറും സ്മോളസ്റ്റ് നമ്പറും എഴുതണം. ഫസ്റ്റ് നമുക്ക് ലാർജസ്റ്റ് നോക്കാം. ഓക്കെ, ലാർജസ്റ്റ് നമ്പർ, ഇതിൽ ഏറ്റവും ലാർജ് നമ്പർ ഏതാണ്? 9 ആണ് അല്ലേ. അപ്പോൾ ആദ്യം 9, പിന്നെയോ പിന്നെ 8, പിന്നെ 2, പിന്നെ 0. അപ്പോൾ 9820 എന്നുള്ളതാണ് ഇതിലെ ബിഗ്ഗസ്റ്റ് നമ്പറായിട്ട് വരുന്നത്. ദെൻ സ്മോളസ്റ്റ് ആയിട്ട് ഏതാ വരുന്നത്? സ്മോളസ്റ്റ് നമ്പർ എന്ന് പറയുന്നത്, ഇതിലെ ഏറ്റവും സ്മോൾ നമുക്കറിയാം 0 ആണ്. പക്ഷെ 0 കൊണ്ട് ഒരു നമ്പേഴ്സും സ്റ്റാർട്ട് ചെയ്യാത്തത് കൊണ്ട് നമുക്ക് അടുത്ത സ്മോൾ നോക്കാം. 2 ആണ്. പിന്നെ ഉള്ളത് 0 നമുക്ക് എഴുതാം. പിന്നെ ഏറ്റവും സ്മോൾ ഏതാണ്? 8 ആണ്. പിന്നെ 9 ആണ്. അപ്പോൾ 2089 എന്ന് ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിലെ ബിഗ്ഗസ്റ്റ് നമ്പറും സ്മോളസ്റ്റ് നമ്പറും എന്ന് പറയുന്നത്. സി നോക്കൂ. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ലാർജസ്റ്റ് ആൻഡ് ദ സ്മോളസ്റ്റ് 4-digit നമ്പേഴ്സ് യൂസിങ് ദ ഡിജിറ്റ് 0 2 9 8. അഥവാ ഇപ്പം നമ്മൾ നേരത്തെ എഴുതിയിട്ടുള്ള ലാർജസ്റ്റും സ്മോളസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഡിഫറൻസ് എന്നുള്ള ക്വസ്റ്റ്യൻ കണ്ടാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? 2 നമ്പറും കൂടെ മൈനസ് ചെയ്താലാണ് നമുക്ക് ഡിഫറൻസ് കാണാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അപ്പോൾ സി എന്ന് പറയുന്നത് ഈ 9820 മൈനസ് 2889 ഇത് രണ്ടും കൂടെ മൈനസ് ചെയ്യണം. അപ്പം നമുക്ക് ആൻസർ എന്ന് പറയുന്നത് 7731 എന്ന് ആൻസർ കിട്ടും. നിങ്ങൾ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രയാണ് ആൻസർ കിട്ടുന്നത്. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ഇത്രയും നാളെ ചെയ്യേണ്ടത്. നമ്പേഴ്സ് എഴുതുമ്പോൾ കറക്റ്റ് ഓർഡർ വൈസ് ആയിട്ട് എഴുതുക, അല്ലെങ്കിൽ ആകെ കൺഫ്യൂഷൻ ആവും. ഓക്കെ, ദെൻ സെക്കൻഡ് ആക്ടിവിറ്റിയിലേക്ക് മൂവ് ചെയ്യാം. സെക്കൻഡ് വൺ, ഇൻ ഈച്ച് ദ പെയേഴ്സ് ഗിവൺ ബിലോ ഫൈൻഡ് ദ വിച്ച് ഈസ് ദ ലാർജസ്റ്റ് ആൻഡ് ഹൗ മച്ച് മോർ ദാൻ ദ സ്മോൾ. ഇതിൽ ഏതാണ് സ്മോളസ്റ്റ് ആയിട്ടുള്ള പെയർ, ഏതാണ് ലാർജ് ആയിട്ടുള്ള പെയർ എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. നമ്മൾ എന്ത് ചെയ്യണം? ഇത് ഓരോന്ന് 1 by 1 ആയിട്ട് ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കാതെ നമുക്കിതിൻ്റെ ആൻസർ കിട്ടില്ല. അപ്പോൾ ഒന്നാമത്തേത് നോക്കൂ. ഒന്നാമത്തേതെന്ന് പറയുന്നത്, ഒന്നാമത്തേത് 23 × 8 ആണ്. 23 × 8 എന്ന് പറയുന്നത് കൂട്ടുകാർ ചെയ്ത് നോക്കുക. 184 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് 184 ആണ്. നെക്സ്റ്റ് വണ് 28 × 3 ആണ്. അത് 84 എന്ന് ആൻസർ കിട്ടും.
കൂട്ടുകാർ ചെയ്ത് നോക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും. ഇനി അടുത്തത് നോക്കൂ. അടുത്തത് രണ്ടാമത്തതാണ് 12 × 7 എന്ന് പറയുന്നത് 84 എന്ന് ആൻസർ കിട്ടും. ഇനി 70 × 2 എന്ന് പറയുന്നത് 34 എന്ന് ആൻസർ കിട്ടും. ഇനി അടുത്തത് 15 × 9 എന്ന് പറയുന്നത് 135 ആണ്. ഇനി 19 × 5 എന്ന് പറയുന്നതോ 95 ആണ്. ഓക്കെ, 95 ആണ്. ഇനി 16 × 18 എന്ന് പറയുന്നത് 128 ആണ്. 18 × 6 എന്ന് പറയുന്നത് 108 ആണ്. ഓക്കെ, ഇതിൽ സ്മോൾ എന്ന് പറയുന്നത് ഏതാണ്? സ്മോൾ എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ സ്മോൾ എന്നുള്ളിടത്ത് സ്മോൾ എന്ന് എഴുതിയിട്ട് നിങ്ങൾ എഴുതുക. ഏതാണ്? 17 × 2 എന്നുള്ളതാണ്, അഥവാ 34 എന്നുള്ള പേരാണ്. ഇനി ഇതിലെ ബിഗ് ലാർജ് എന്ന് പറയുന്നത് ഏതാണ്? ബിഗ് നമ്പർ എന്ന് പറയുന്നത് ഇതാണ്, അഥവാ 23 × 8 എന്നുള്ളതാണ്. ഇനി ഇത് എത്രത്തോളം ഉണ്ട്? മച്ച് മോർ എന്നാണ് ചോദിച്ചിട്ടുള്ളത്, അഥവാ ഡിഫറൻസ് ആണ്. ഡിഫറൻസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം 184 മൈനസ് 34 ചെയ്ത് നോക്കാം, 150 എന്ന് ആൻസർ കിട്ടും. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ആക്ടിവിറ്റി നമ്പർ 3 ആണ്. ഡ്രോ ദ പിക്ചർ ബിലോ ഇൻ ദ സെയിം മെഷർമെൻറ്റ്. ഡ്രോ അനദർ 2 സർക്കിൾസ് വിത്ത് എ ആൻഡ് ബി ആസ് സെൻറ്റേഴ്സ്. എന്താണ് ഇവിടെ ഇതേ മെഷർമെൻറ്റിൽ നിങ്ങളെടുത്ത് സർക്കിൾ വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് എയും ബിയും സെൻറ്റർ ആയിട്ടുകൊണ്ട് അടുത്ത 2 സർക്കിളും കൂടെ നിങ്ങൾക്ക് വരക്കണം. അപ്പോൾ ഇവിടെ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താണ്? എ ബി എന്ന് പറയുന്നത് 6 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ 6 സെൻറ്റിമീറ്റർ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇതിനേക്കാൾ ബിഗ് ആയിട്ടുള്ള സർക്കിളാണ് കിട്ടുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇതിൻ്റെ സെൻറ്റർ കാണണം അല്ലേ? അഥവാ ഇവിടുന്ന് ഇങ്ങോട്ടുള്ളത് എന്ന് പറയുന്നതും ഇവിടുന്ന് ഇങ്ങോട്ടുള്ളത് എന്ന് പറയുന്നതും ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇവിടെ 3 സെൻറ്റിമീറ്ററും ഇവിടെ 3 സെൻറ്റിമീറ്ററും അത് രണ്ടും കൂടുമ്പോഴാണല്ലോ 6 സെൻറ്റിമീറ്റർ കിട്ടുക. അപ്പം നിങ്ങൾ നിങ്ങളുടെ കോമ്പസിൽ 3 സെൻറ്റിമീറ്റർ എടുക്കുക. ഓക്കെ, 3 സെൻറ്റിമീറ്റർ എടുത്തിട്ട് നിങ്ങൾ ഒരു വര വരക്കുക. ഓക്കെ, സ്കെയിൽ വെച്ചിട്ട് ആദ്യം വരക്കുക 3 സെൻറ്റിമീറ്റർ. എന്നിട്ട് കോമ്പസ് വെച്ചിട്ട് ഇത് സെൻറ്ററായിട്ട് നിങ്ങൾ ഒരു സർക്കിൾ വരക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു സർക്കിൾ കിട്ടും. ഓക്കെ, ഇവിടെ നിന്നാണ് വരയ്ക്കേണ്ടത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് 3 സെൻറ്റിമീറ്റർ. ഇത് ഇങ്ങോട്ട് വരച്ചു കഴിഞ്ഞാൽ ഇത് 6 സെൻറ്റിമീറ്റർ ആവും. അപ്പോൾ ഇത് കറക്റ്റ് ആയില്ലേ? എന്നിട്ട് ഇതിനെ എ ബി എന്ന് കൊടുക്കുക. എ ബിയും കിട്ടി. ഇനി എ ബിയിൽ നിന്ന് സർക്കിൾ വരക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? കോമ്പസ് ഇവിടെ ഈ പോയിന്റിൽ കുത്തിയിട്ട് ഇവിടുന്ന് വരക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു സർക്കിൾ കിട്ടും. അതേപോലെ തന്നെ ബിയിൽ കോമ്പസ് കുത്തിയിട്ട് മറ്റൊരു സർക്കിൾ വരക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ അടുത്തൊരു സർക്കിളും കിട്ടും. അപ്പോൾ ഈ 3 സർക്കിളും എന്താണ്? ഈക്വൽ ആയിരിക്കും. ഓക്കെ, ഇതാണ് നിങ്ങളുടെ അടുത്ത് വരക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഇനി അടുത്ത ആക്ടിവിറ്റിയിലേക്ക് കടക്കാം. ആക്ടിവിറ്റി നോക്കാം. ആക്ടിവിറ്റി നമ്പർ 5 ആണ്. Given that 24 × 25 = 600. Compute the following products in your head. നിങ്ങൾ എന്താണ് ഇതൊന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 24 × 25 എന്ന് പറയുന്നത് 600 ആണ് അല്ലേ? 600 ആണ്. അങ്ങനെയാണെങ്കിൽ 25 × 26 എന്ന് പറയുന്നത് എത്രയായിരിക്കും? 650 ആയിരിക്കും. കാരണം ഇവിടെയും ഒന്നുകൂടി ഇവിടെയും ഒന്നുകൂടി. അപ്പോൾ 25ഉം 25ഉം കൂടെ കൂടുമ്പോൾ നമുക്ക് 50 എന്ന് കിട്ടും. ആ 50 ഇതിൻ്റെ കൂടെ ഈ ആൻസറിൻ്റെ കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 650 എന്ന് കിട്ടും. ഇനി അടുത്തത് 22 × 25 ആണ്. അവിടെ എന്താ സംഭവിക്കുന്നത്? അവിടെ കുറയുകയാണ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ അവിടെ എത്രയാണ് കുറയുന്നത്? 25 ആണ്. ഇവിടെ 2 നമ്പറാണ് കുറഞ്ഞിട്ടുള്ളത്. 24 ഉണ്ടായിരുന്നത് 22 ആയി. അപ്പോൾ 2 നമ്പർ വീണ്ടും ഈ 25ൻ്റെ കൂടെ കുറയാണ്. അഥവാ 25 + 25 കുറയാണ് ചെയ്യുന്നത്. അപ്പോൾ എത്രയാണ്? 50 ടോട്ടൽ കുറയും. അതുകൊണ്ട് ഈ 600ൽ നിന്ന് 50 കുറക്കുക, 550 എന്ന് നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഇനി 24 × 27 ആണ്. അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 648 ആണ്. ഇനി 24 × 24 എന്ന് പറയുന്നത് 576 ആണ്. അപ്പോൾ കൂട്ടുകാർക്ക് ഇത് മണിക്കണക്കായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ശരിക്കും കാൽക്കുലേറ്റ് ചെയ്തിട്ട് കണ്ടുപിടിച്ചിട്ട് എങ്കിലും എക്സാം എഴുതാൻ ശ്രമിക്കുക, സ്കിപ്പ് ചെയ്യാതിരിക്കുക. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ആക്ടിവിറ്റി നമ്പർ 6 ആണ്. ദ സ്കൂൾ സ്റ്റോർ പർച്ചേസ്ഡ് നോട്ട്ബുക്ക് പ്രൈസിങ് 22 ഈച്ച്. ടോട്ടൽ എമൗണ്ട് ഈസ് ₹30,750. അഥവാ 22 രൂപ ആയിട്ട് സ്കൂൾ സ്റ്റോറിൽ ബുക്ക് പർച്ചേസ് ചെയ്തിട്ടുണ്ട് അല്ലേ? ഒരു ബുക്കിന് 22 രൂപയാണ്. അങ്ങനെയാണെങ്കിൽ ആകെ എത്രയാണ്? 13,750 രൂപക്കാണ് അവർ ബുക്ക് വാങ്ങിച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി തന്നിട്ടുള്ളത് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്
ഹൗ മെനി നോട്ട്ബുക്ക് ആർ ബ്രോട്ട്, എത്ര നോട്ട്ബുക്കാണ് അവർ വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കിവിടെ തന്നിട്ടുള്ളത് എന്തൊക്കെയാണ്? നോട്ട്ബുക്കിൻ്റെ പ്രൈസ് അല്ലേ, പ്രൈസ് ഓഫ് നോട്ട്ബുക്ക്, പ്രൈസ് ഓഫ് എ ബുക്ക്. എ ബുക്ക് എന്ന് പറയുന്നത് എത്രയാണ്? 22 ആണ്. ഇനി ടോട്ടൽ എമൗണ്ടും തന്നിട്ടുണ്ട് അല്ലേ, ടോട്ടൽ എമൗണ്ട് 30,750. ഇനി നമുക്ക് കണക്കാക്കേണ്ടത് എത്രയാണ്? ഹൗ മെനി നോട്ട്ബുക്ക് എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഹൗ മെനി നോട്ട്ബുക്ക് എന്ന് കാണാൻ ഈ 30,750 ഹരിക്കണം 22 ചെയ്താൽ മതി. അപ്പോൾ എത്ര ആൻസർ കിട്ടും? നമുക്ക് 625 എന്ന ആൻസർ കിട്ടും. ഓക്കെ, ഇനി ഇതിലെ ബി ചോദ്യം നിന്ന് നോക്കൂ. രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് 1 packet contains 25 books. How many packets are bought? അപ്പോൾ എന്താണ് 1 packet എത്രയാണ്? 1 packet എന്ന് പറയുന്നത് 25 ആണ്, 25 ബുക്സ് ആണ്. ദെൻ ഹൗ മെനി പാക്കറ്റ്സ് എന്നുള്ളതാണ് നമ്മളെടുത്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഹൗ മെനി പാക്സ് ഹൗ മെനി പാക്സ് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ടോട്ടൽ എന്ന് പറയുന്നത് 625 ആണല്ലേ. അപ്പോൾ 625 ഡിവൈഡഡ് ബൈ 25 ചെയ്താൽ ആൻസർ കിട്ടും. ആൻസർ എന്ന് പറയുന്നത് 25 ആണ്. ഓക്കെ, ഇതേപോലെ നിങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എഴുതാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ആൻസർ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. ഇനി ഇതിലെ ലാസ്റ്റ് ആക്ടിവിറ്റി, റൈറ്റ് ഡൗൺ ദ ഓൾ 3 digit numbers using the digit 2, 3 and 4. റൈറ്റ് ദ സമ്മ ഓഫ് ഓൾ ദീസ് നമ്പേഴ്സ്. അപ്പോൾ എന്താണ് ഇവിടെ ഈ 3 ഡിജിറ്റ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ അടുത്ത് ഫുള്ള് അത് ഉപയോഗിച്ചുകൊണ്ട് എത്ര 3 digit നമ്പേഴ്സ് ഉണ്ടാക്കാൻ പറ്റുമോ അത്രയും ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്മളെടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു 8 എണ്ണമാണ് ഉണ്ടാക്കേണ്ടത് എന്ന്. പക്ഷേ ഇവിടെ എല്ലാം ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് നമ്മൾ തെറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണമെന്നറിയോ? നിങ്ങൾ ഒരു തല മുതൽ ഉണ്ടാക്കുക. ഫോർ എക്സാമ്പിൾ 2 എടുക്കുക. ഓക്കെ, 2 എടുത്തിട്ട് 3ഉം 4ഉം എഴുതുക. അപ്പോൾ 234 കിട്ടി. ഇനി വീണ്ടും 2 എടുക്കുക, എന്നിട്ട് 4ഉം 3ഉം ഒരുമിച്ച് എഴുതുക, നേരെ റിവൈസ് എഴുതുക. അപ്പോൾ 243 എന്ന് ആൻസർ കിട്ടും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ 3 എടുക്കുക. അപ്പോൾ 3 എടുത്താൽ 3ഉം 4ഉം 2ഉം എഴുതുക. അപ്പോൾ 342 എന്ന് കിട്ടും. അത് കഴിഞ്ഞ് വീണ്ടും 3 എടുക്കുക, എന്നിട്ട് 2, 4ഉം എഴുതുക. 324 കിട്ടും. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ എന്താണ്? 3ഉം കഴിഞ്ഞ് 2ഉം കഴിഞ്ഞു. ഇനി നമുക്ക് 4 വെച്ചിട്ട് എഴുതാം. 4 എടുത്തിട്ട് 4ഉം 3ഉം 2ഉം എഴുതുക. 432 എഴുതുക. വീണ്ടും 4 എടുക്കുക, എന്നിട്ട് 2ഉം 3ഉം എഴുതുക. അപ്പോൾ 423 എന്ന് കിട്ടും. ഓക്കെ, ഇനി ഇതെന്താ ചോദിച്ചിട്ടുള്ളത്? വാട്ട് ഈസ് ദ സം ഓഫ് ഓൾ ദീസ് നമ്പേഴ്സ്. ഇതിൻ്റെ സമ്മ് കാണാനാണ്. അപ്പോൾ എന്ത് ചെയ്യണം? ഇതെല്ലാം കൂടെ നമ്മൾ പ്ലസ് ചെയ്തിട്ട് എഴുതുക. അപ്പോൾ നിങ്ങൾക്ക് 1998 എന്ന് ആൻസർ കിട്ടും. അത് പ്ലസ് ചെയ്ത് കഴിഞ്ഞാലാണ് ഇതിൻ്റെ ടോട്ടൽ സമ്മ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്തു. എല്ലാവർക്കും നല്ല മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ കഴിയട്ടെ. വളരെ ഈസി ആയിട്ടുള്ള പേപ്പറാണ്. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.